എന്ത് ധൃതിയായിരുന്നു ആഹാരം കഴിക്കാൻ വിളിച്ചോണ്ട് വരാൻ. ഒരാള് പോലും ആഹാരം തരാനില്ലല്ലോ. അമ്മ ചപ്പാത്തിയല്ലേ കഴിക്കുന്നേ? ആ ആണല്ലോ. എടി രജനി, ഇതിൽ ഒഴിക്കാനൊന്നുമില്ലേ? കൊടുക്ക്, ആ കറി എടുത്ത് കൊടുക്ക്. എന്താടി നീ ചെയ്തേ? അയ്യോ ആന്റി, എന്റെ ഭർത്താവിന് ആഹാരം കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ ദേഷ്യം തീർത്തതല്ലേ നീ? അല്ല, ഞാൻ അങ്ങനെ. അമ്മ എന്തേ കാണിച്ചത്? എന്തിനാ ദേവി തല്ലിയത്? ശബ്ദം താഴ്ത്തി സംസാരിക്കടാ. എന്തിനാ തല്ലിയെന്ന്? നീ എന്താ കണ്ണു കാണാത്തവനാണോ? ധിക്കാരം കാണിച്ചാ ഇനിയും തല്ലുകൊള്ളും. സ്വന്തം അമ്മയുടെ ദേഹത്ത് കറികോരി ഒഴിച്ചതിന് നിനക്കൊന്നുമില്ലേ? തിരിച്ചങ്ങോട്ടൊരു തല്ലു കൊടുത്തപ്പോ നിനക്ക് നൊന്തു അല്ലേ? അയ്യോ ഞാനല്ല, ആന്റിയുടെ കൈ തട്ടിയപ്പോ അറിയാതെ. കണ്ടോ അവളുടെ ക്രിമിനൽ ബുദ്ധി കണ്ടോ? ഒരു കുറ്റം ചെയ്യുക മാത്രമല്ല, അതെന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനും അറിയാം. കുറ്റവാളിക്ക് സപ്പോർട്ടുമായി ഇഷ്ടം പോലെ സാക്ഷികളും ചുറ്റുമുണ്ട്. അപ്പൊ പിന്നെ ഇവൾക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. അമ്മേ, കാര്യങ്ങളൊക്കെ എനിക്ക് പച്ചവെള്ളം പോലെ തെളിഞ്ഞു കാണാൻ പറ്റും. ആ കറി അമ്മയുടെ ദേഹത്ത് വീണതിന് പിന്നിൽ അമ്മയുടെ കൈ തന്നെയാ. എന്താടാ നീ പറഞ്ഞേ? എന്താ എന്താ നീ പറഞ്ഞേ? അമ്മ മനഃപൂർവ്വം ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. നന്ദ വേണ്ട, അമ്മ വന്നേ. ദേവികെ, നീ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. അമ്മ വന്നേ, ഈ ഡ്രസ്സ് മാറ്റിത്താ, ഞാൻ വാഷ് ചെയ്യാനിടാം. മാറിക്കണേ ഇങ്ങോട്ട്. എനിക്ക് വേണ്ട നിന്റെ ഒന്നും ഒരു ഭക്ഷണവും. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളൊക്കെ എന്തും ചെയ്യും. ഇത് ഇവള് കൂടി വെച്ചുണ്ടാക്കിയതല്ലേ? എന്നെ കൊല്ലാൻ വിഷം ചേർത്തിട്ടില്ലെന്ന് ആര് കണ്ടു? കൊല്ലാനും മടിക്കില്ല. അതുപോലുള്ള ജന്മം ഇവളുടേത്. ദേവി,
എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതെന്തിനുള്ള പുറപ്പാടാ? മനുഷ്യന് ഒരു സമാധാനം തരില്ല. ആ പാവം പെണ്ണിനോട് എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നേ? നിർത്തടാ. നീ എന്നോട് തർക്കിക്കാറായോ? പാവം പെണ്ണുപോലും അടിച്ചു നിന്റെ പല്ല് കൊഴിക്കും ഞാൻ. എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ആവശ്യമില്ലാതെ ദേവി തല്ലരുത്. അമ്മയ്ക്ക് എല്ലാരും തല്ല. അമ്മ ആര്, ഹിറ്റ്ലറോ? എന്നെയും ചേച്ചിയും തല്ലിയാല് ചിലപ്പോ ഞങ്ങൾ സഹിക്കും. പക്ഷെ ദേവിയെ തല്ലണ്ട. പറഞ്ഞു മനസ്സിലായോ? ദേവി, സോറി. എന്തിനാ എന്നോട് ഇങ്ങനെ? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അച്ഛാ, എന്താ അച്ഛാ? വെള്ളം വേണോ? ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഇറങ്ങാം. നന്ദു, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു. വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാം അമ്മ. ഒരുപെട്ട് നിൽക്കുമെന്ന് പറയാലോ, അങ്ങനെ നിൽക്കുക. താന്നു കൊടുക്കുമ്പോ തല ചവിട്ടി കയറുക. ഇനി കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കണ്ട. ഈ രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. അച്ഛനും ചേച്ചിയൊക്കെ അത് സമ്മതിക്കുകയും ചെയ്യും. ഇവിടുന്ന് പോവാനുള്ള തീരുമാനമൊന്നും ഇപ്പൊ എടുക്കണ്ട. പിന്നെ എന്ത് വേണം? എല്ലാവർക്കും മുമ്പിലുള്ള നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസം എന്ന്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നീ എന്തൊക്കെയാ അനുഭവിക്കുന്നത്? നിന്നെ കണ്ട നിമിഷം തുടങ്ങിയതാ ഞാൻ. എങ്ങനെ സഹിക്കും ഞാൻ? ദേവി, നമുക്ക് പോവാം ഇവിടുന്ന്. നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പെരുന്നിനെ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നേ. പറ്റില്ല. അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, നിന്നെ കരയിച്ചിട്ട്
ആരും അധികാരം എടുക്കാൻ വരണ്ട. നന്ദു, ഞാനൊന്ന് പറയട്ടെ. ഇന്നത്തെ രാത്രി ഇനി എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. വിവാഹം കഴിഞ്ഞതിന്റെ ആദ്യ രാത്രി ഭർത്താവിന്റെ വീട്ടിൽ കഴിയണമെന്ന വിശ്വാസം. എന്ത് വിശ്വാസം? വിശ്വാസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഞാനൊന്ന് പറയട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ കഴിയണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ രണ്ടാളും ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അച്ഛനെ സംബന്ധിച്ച് അത് വലിയ വിഷമമായി പോവും. കാര്യമൊക്കെ മനസ്സിലാവുമെങ്കിലും അച്ഛനത് വലിയ ഷോക്കായി പോവും. കൂടുതൽ തളർന്നു പോവും. ഇവിടെ നമ്മൾ രണ്ടാളും നിൽക്കാൻ ആന്റി സമ്മതിക്കില്ല. ദേവി എന്താ പറഞ്ഞു വരുന്നേ? എന്നെ എന്റെ വീട്ടിലാക്കി തരുമോ? നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നന്ദു, എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് നമുക്ക് ആന്റിയോടൊപ്പം ജീവിച്ച് തുടങ്ങാം. നിർത്തടി. നീ ഇങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശമെങ്കില് പഴയതിനേക്കാൾ ഗംഭീരവും നമ്മുടെ ജീവിതം. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നന്ദ, ചേച്ചി ഇവളോടൊന്ന് സംസാരിക്കേ. ഇവക്ക് ഇവിടുന്ന് പോണോത്രേ. എന്തിന്? നിങ്ങൾ രണ്ടാളും ഇവിടുന്ന്? ഞങ്ങള് രണ്ടാളുമല്ല, ദേവിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് പോണോന്ന്. ഞാൻ പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ ഇവിടുന്ന് പോണോ ദേവികെ? നല്ല കാര്യമായി. എടി, ഇത് നിന്റെ വീടാ. എന്നേക്കാൾ അധികാരം നിനക്കാ ഇവിടെ. എനിക്കൊരു അധികാരവും വേണ്ട ചേച്ചി. എല്ലാവരുടെയും സ്നേഹം മാത്രം മതി. ആ, അമ്മയുടെ സ്നേഹം കിട്ടിയിട്ട് ദേവിയോട് ജീവിക്കും. നീ ഒന്നും മിണ്ടാതിരിയടാ. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ആന്റി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ അങ്ങനെ ഒരിടത്തും പോകുന്നില്ല. അമ്മ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒന്നും അല്ല നിന്റെ ലക്ഷ്യം. നിങ്ങളുടെ പ്രണയം സത്യമായതുകൊണ്ട് ഇന്ന് ഇവിടം വരെ എത്തി. എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെ പല രൂപത്തിലെ പ്രശ്നങ്ങളുണ്ട്. അത് തരണം ചെയ്യണം. ആന്റി വിഷമിപ്പിച്ചിട്ട് ഞാൻ... നിന്റെ വിഷമമല്ല, അമ്മയുടെ കാര്യമാണ് നിന്റെ മനസ്സില്. ശരി നന്ദ, നീ പോയി അമ്മയെ വിളിക്ക്. കഴിക്കാൻ വരാൻ പറ. പോയി വിളിക്കുന്നെന്തോ. ചെല്ലുന്നെന്തോ. ഞാനും വരാം. ഒന്നുകിൽ നീ പോയി അമ്മയെ വിളിക്ക്, അല്ലെങ്കിൽ നീ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്. ചെല്ല്.
ഞാൻ പറയുന്ന ക്ഷമയോടൊന്ന് കേൾക്കണം. ജാനകിയാന്റിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ വരുമ്പോ ദേവി ഇവിടെ കാണില്ലെന്ന്. ശരിയാ, അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാ. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കെന്റെ അമ്മയെ വേണമായിരുന്നു, അതുകൊണ്ടാ. രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ പറഞ്ഞു, ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. ഇല്ലേ? അതെ അമ്മേ, അങ്ങനെ തന്നെയാ. അമ്മ ഒന്ന് മനസ്സ് വെച്ചാ ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാം സന്തോഷമുള്ള ദിവസമായിട്ട് മാറും. ദേവി അവളൊരു പാവല്ലേ അമ്മേ? അവൾക്ക് ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ നടത്തിയ തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ മറക്കാം. അമ്മ ഭക്ഷണം കഴിക്കാൻ വരണം. ദേവിയെ നിർബന്ധിച്ച് പറയുന്നത് അമ്മയോടൊപ്പം ഇരുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന്. അമ്മ വരൂ. ഇപ്പം നിന്റെ സംസാരത്തിന് ഒരു മകന് വേണ്ട സ്നേഹവും കരുതലും എല്ലാം ഉണ്ട്. അവള് പഠിപ്പിച്ചു വിട്ടതായിരിക്കും അല്ലേ? തന്ത്രത്തിൽ സംസാരിച്ച അമ്മയെ കൂടെ നിർത്തണമെന്ന് അവള് പറഞ്ഞതായിരിക്കും. നിന്നെ എന്നിൽ നിന്നും അടർത്തി മാറ്റി കൈവെള്ളയിൽ വെച്ച് പാവകളെ നടത്തുന്ന അവൾക്ക് അതിനും പറ്റുമല്ലോ. അത് ശരി, കുറച്ച് സമാധാനത്തോടെ സംസാരിച്ചാലും അതൊരു കുറ്റമാക്കി അവളുടെ തല കെട്ടിവെക്കുന്ന അമ്മേ, അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അമ്മ ആലോചിച്ച് നോക്കണം, മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അമ്മ തല്ലിയപ്പോ എന്തായിരിക്കും പ്രതികരണം? നീ അങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ ഉദാഹരണമൊന്നും എന്നോട് പറയണ്ട. വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ വീട്ടിലറിയാതെ വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കള്ളത്തരങ്ങളും കാണിച്ചിട്ട് ഒരു കുടുംബത്തെ ധൈര്യമായിട്ട് കയറി വരുവോ? ഇല്ല. ഇവളെല്ലാം നേരത്തെ കൂട്ടി കണ്ടിട്ടുള്ള കളികളാ. കരയേണ്ടടുത്ത് കരയും, കാല് പിടിക്കേണ്ടടുത്ത് കാല് പിടിക്കും. അമ്മേ, ഞാൻ തർക്കിക്കുന്നില്ല. ഈ രാത്രി ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കരുത്. അമ്മ വാ. ഞാൻ വരാം, പക്ഷെ അവള് പുറത്തു പോണം. എന്താ, അവളെ പറഞ്ഞയക്കാൻ പറ്റുമോ നിനക്ക്? അമ്മേ പ്ലീസ്, ഇന്നത്തെ ദിവസം അമ്മ ഇനി വഴക്കുണ്ടാക്കരുത്. ദേവി, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വാ ദേവി. ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങുക. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. തൊട്ടുപോകരുത്. മാറി നിൽക്കങ്ങോട്ട്. അമ്മയപ്പോ ഒരു ദൈവം കാണിക്കില്ലല്ലേ? ആദ്യം
ആ പാവം മീരയോട് ദയവ് കാണിക്കേ. എന്നിട്ട് അവളെയും കൂട്ടി എന്റെ മുമ്പിൽ വാ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. കാല് പിടിക്കാൻ വന്നേക്കുന്നു. അതിൽ ഞാനങ്ങ് വീണു പോവെന്ന് കരുതിയല്ലേ? നീ കെട്ടിയ താലിയുടെ ബലത്തിലല്ലേ ഇവിളി അഹങ്കാരം കാണിക്കുന്നത്? അത് അധികം നാളുണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളുടെ താലി പൊട്ടിക്കാൻ ആരെ അനുവദിക്കില്ല. അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കണം. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മകനെ കൊന്നിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് ജയിക്കാം. അതേ സാധിക്കൂ. അമ്മയുടെ ഉള്ളിൽ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കില്ലെന്നും അറിയാം. അത് മതി. വാ ദേവി. Oh